ഹലോ ഹായ്. ഞാൻ ഇന്നൊരു പാവയ്ക്ക പച്ചടി വയ്ക്കാൻ പോകുന്നത്. അത് പച്ചപ്പാവയ്ക്ക വറുത്തിട്ടല്ല, പാവയ്ക്ക വാങ്ങിച്ച് വെയിലത്ത് വെച്ച് ഉണങ്ങിയ പാവയ്ക്ക അത് വറുത്തെടുത്ത് നമുക്ക് പച്ചടി വയ്ക്കാം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പാനകത്ത് എണ്ണ വെച്ചിട്ടുണ്ട് പാവയ്ക്ക വറക്കാൻ വേണ്ടി. നമുക്ക് പാവയ്ക്ക വറുത്തെടുക്കാം. എണ്ണ ചൂടായി നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതാണ് പാവയ്ക്ക. നമുക്കിത് നല്ലപോലെ മൂപ്പിച്ച് വറുത്തെടുക്കാം. നമ്മുടെ പാവയ്ക്കയുടെ മൂത്ത് നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് ആവശ്യമുള്ള പാവയ്ക്ക വറുത്ത് കോരി പപ്പടം വാങ്ങിക്കാൻ ചെറിയ പപ്പടം കിട്ടിയത്, നല്ല ചെറിയ പപ്പടം. നമുക്ക് ഈ പപ്പടത്തിലുണ്ട് വറുത്തെടുക്കുന്നത്. ഞാൻ വെറുതെ വറക്കുന്നേ ഉള്ളേ, ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട്. പാവയ്ക്ക വറുത്തെടുത്തു. അപ്പം നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് ഒരു പകുതി സവാളയും ഒരു പച്ചമുളകും കൂടി ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്തു. ഇനി നമുക്കിത് പച്ചടി ഉണ്ടാക്കാം. അപ്പം പാവയ്ക്ക വറുത്ത് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഒരു ബൗളിൽ ഇടാം. ഇത് നമുക്കൊന്ന് പൊടിച്ചു കൊടുക്കാം. കൈ കൊണ്ട് നന്നായി പൊടിച്ചെടുക്കണം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നാൽ നമുക്ക് ഇതിനകത്തോടെ തൈര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതോടെ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് ശകലം മുളക് പൊടി, ഒരു ഞുള്ളു മതി. സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പ് പൊടി. ഉപ്പ് ശകലം ഞാൻ പാവയ്ക്ക ഉപ്പിട്ട് വാട്ടിയതാണ്. ഉപ്പിട്ട് വാട്ടിയാണ് ഉണക്കിയത്. അപ്പോൾ ഉപ്പ് ഒരു ശകലം ഇട്ടാൽ മതി ആവശ്യത്തിന്. തൈരുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. തൈര്, ഉപ്പ് ആവശ്യം നമുക്ക് എത്രയാണ് ഇതൊക്കെ എല്ലാം ആവശ്യം. അതുപോലെ ഉപ്പും മുളകും എല്ലാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക പച്ചടി എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ച് ഇനി ഇപ്പം ഇച്ചിരി. അപ്പം നമ്മുടെ പച്ചടിക്കകത്തോട്ട് നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായത്. പാവയ്ക്ക വത്തൽ പച്ചടി. പാവയ്ക്ക വാട്ടി വെയിലത്ത് വെച്ച് ഉണങ്ങി എടുത്തിട്ട് അത് വറുത്തെടുത്ത് പച്ചടിയാക്കി. ഞങ്ങളുടെ പാവയ്ക്ക പച്ചടി ഇവിടെ റെഡിയായി.